വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അകറ്റി നിർത്താം രോഗങ്ങളെ അഥവാ കീപ്പിംഗ് ഡിസീസസ് എവേ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ എപ്പോഴും എക്സാമിന് ക്രിസ്മസ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് വൈറൽ ഡിസീസ് എന്ന് പറഞ്ഞ ഭാഗം. അപ്പോൾ നോക്കാം, വൈറൽ ഡിസീസ് രണ്ടെണ്ണം, അതായത് വൈറസ് വഴി ബാധിക്കുന്ന രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ രണ്ട് ഡിസീസസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്താണ് നിപ്പ, രണ്ടാമത്തത് നമ്മുടെ എയ്ഡ്സ്. നിപ്പയും എയ്ഡ്സും. ഓക്കെ, രണ്ട് ഡിസീസസേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഒന്നാമത്തെ നിപ്പ. ഇപ്പം അടുത്ത കാലം വരെ നമ്മൾ പേടിച്ചതാണല്ലേ നിപ്പ. എങ്ങനെ, ഏത് വൈറസ് വഴിയാണ് നിപ്പ പകരുന്നത്? ഏത് വൈറസ് വഴിയാണ്? നിപ്പ വൈറസ് അല്ലേ. നിപ്പ വൈറസ് ആണ് ഈ രോഗത്തിന് കാരണം. എങ്ങനെയാണ്, എവിടെ നിന്നാണ് നമുക്കിത് കിട്ടുന്നത്? ഈ ചിത്രത്തിലേക്ക് നോക്കി, അതായത് നമ്മുടെ ബാറ്റ് അല്ലെങ്കിൽ വവ്വാലിന്റെ സലൈവയിൽ അല്ലെങ്കിൽ യൂറിൻ നിന്നാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് ഈ നിപ്പ വൈറസ് കിട്ടുന്നത്. അല്ലെങ്കിൽ അത് കഴിച്ചിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ അതുവഴി നമ്മുടെ പന്നി കണ്ടോ, ഈ പന്നിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പന്നിയെ നമ്മൾ കഴിക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്കിങ്ങനെ പകരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിപ്പ എന്ന് പറഞ്ഞ രോഗത്തിന് കാരണം ഏത് വൈറസാണ്? നിപ്പ വൈറസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നിപ്പ രോഗത്തെ കുറിച്ച് അത്രേ മനസ്സിലാക്കാനുള്ളൂ. നിപ്പ എന്താണ്? നിപ്പ വൈറസ് ആണെന്നുള്ള കാര്യം മാത്രം ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്തത് നമ്മുടെ എയ്ഡ്സ്. രണ്ട് രോഗങ്ങളാണ്. രണ്ടാമത്തെ എപ്പോഴും ചോദിക്കുന്നത് ഈ ഭാഗത്ത് നിന്നാണ് എയ്ഡ്സ്. എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്താ മക്കളെ? അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് ഇത് നമ്മുടെ എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. എയ്ഡ്സ് എന്ന് പറഞ്ഞ രോഗത്തിന് കാരണക്കാരനായ വൈറസ് ഏതാണ്? എയ്ഡ്സ് എന്ന് പറഞ്ഞ രോഗത്തിന് കാരണക്കാരായ വൈറസ് ആണ് ആര്? നമ്മുടെ HIV അഥവാ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്നത്. എന്താ ഇതിന്റെ ഫുൾ ഫോം? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഓക്കെ, അപ്പൊ HIV ആണ് എന്തിന് കാരണം? നമ്മുടെ എയ്ഡ്സ് എന്ന് പറഞ്ഞ രോഗത്തിന് കാരണക്കാരനായ വൈറസ് എന്ന് പറയുന്നത് HIV ആണ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. എന്താണ് ഈ HIV നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്? ഈ HIV നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന ഒരാളാണ് T ലിംഫോസൈറ്റ്. ഏതാണ്? T ലിംഫോസൈറ്റ്. ഈ T ലിംഫോസൈറ്റിനെ ആര് നശിപ്പിക്കും? നമ്മുടെ ഈ HIV നശിപ്പിക്കും. T ലിംഫോസൈറ്റിനെ നമ്മുടെ HIV നശിപ്പിക്കും. അങ്ങനെ ഈ T ലിംഫോസൈറ്റിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? എയ്ഡ്സ് ബാധിച്ചാക്കി ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വൈ ഡസ് എ പേഴ്സൺ വിത്ത് എയ്ഡ്സ് ഹാവ് എ വീക്ക് ഇമ്മ്യൂൺ സിസ്റ്റം? അതായത് എയ്ഡ്സ് ബാധിച്ച ആൾക്ക് എപ്പോഴും പ്രതിരോധ ശേഷി കുറവായിരിക്കും, അയാൾക്ക് പെട്ടെന്ന് രോഗങ്ങൾ ബാധിക്കും. എന്തുകൊണ്ടാണ് അയാൾക്ക് രോഗപ്രതിരോധ ശേഷി കുറയാനുള്ള കാരണം എന്താണ്? നമ്മുടെ HIV അഥവാ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന T ലിംഫോസൈറ്റുകളെ ആര് നശിപ്പിക്കും? നമ്മുടെ HIV നശിപ്പിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്ന എയ്ഡ്സ് ബാധിച്ച ആൾക്ക് എന്ത് രോഗപ്രതിരോധ ശേഷി കുറയാനുള്ള കാരണം അഥവാ വീക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ആവാനുള്ള കാരണം എന്താണ്? നമ്മുടെ ഈ T ലിംഫോസൈറ്റുകളെ ബാധിക്കുന്നത് കൊണ്ടാണ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് കാരണം. നിപ്പയ്ക്ക് കാരണം നിപ്പ വൈറസ് ആണ്. ഇതെന്ത് ചെയ്യുന്നു? T ലിംഫോസൈറ്റുകൾ എന്ത് ചെയ്യുന്നു? ബാധിക്കുന്നു, എഫക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ എന്ത് ചെയ്യുന്നു? ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധം എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. T ലിംഫോസൈറ്റുകളെ ബാധിക്കുന്നത് കൊണ്ടാണ് പ്രതിരോധം കുറയുന്നത്. ക്ലിയർ അല്ലേ? എപ്പോഴും ചോദിക്കാറുണ്ട്, 2 മാർക്കിനും 1 മാർക്കിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ വൈ ഡസ് എ പേഴ്സൺ വിത്ത് എയ്ഡ്സ് ഹാവ് എ വീക്ക് ഇമ്മ്യൂൺ സിസ്റ്റം എന്നുള്ളത്. അപ്പൊ ഇനി ഇതിൽ നിന്നും നിങ്ങൾക്ക് മാർക്ക് പോയില്ലല്ലോ? ഇല്ലല്ലോ. എല്ലാവർക്കും സെറ്റ് അല്ലേ? അപ്പോൾ വൈറൽ ഡിസീസ് രണ്ട് വൈറൽ ഡിസീസ് നമ്മൾ പഠിച്ചു, നിപ്പയും എയ്ഡ്സും. സെറ്റ് അല്ലേ? ഇനി ഈ ഭാഗത്ത് നിന്ന് മക്കൾക്ക് ഒരിക്കലും മാർക്ക് പോകരുത്. അപ്പോൾ അടുത്ത കൺസെപ്റ്റുമായിട്ട് മിസ് വരുന്നതായിരിക്കും. ബൈ.